റെഫറൻസ് ഭയങ്കര രസമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് തുടക്കത്തിലും അതിന് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ. അത് നിങ്ങൾ സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ തൊട്ടേ പ്രേമചന്ദ്രനെ പോലെ ആയിരിക്കണം അൾട്ടിമേറ്റ് സൂപ്പർ സ്റ്റാർ അങ്ങനെ തന്നെയായിരുന്നു നടിയരുടെ ഇനീഷ്യൽ തോട്ട്? അങ്ങനെയല്ല, പുള്ളി അതിനകത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. റോസാപ്പൂ ടീച്ചറിനൊക്കെയല്ല സ്റ്റാർട്ട് എന്ന് പറയുന്നത് പുള്ളിയുടെ ഡിസിപ്ലിൻ ഉണ്ടായിരുന്ന ഒരാളാണ്. അതിനെയാണ് പുള്ളിയുടെ സക്സസ് പുള്ളി പറയുന്നത്. അത് ഒരു പോസിറ്റീവ് മെസ്സേജ് ആണ് കൊടുക്കുന്നത്. സിനിമയിലെ ക്യാരക്ടറിന് അത് അങ്ങനെയാണ് വരുന്നത്. ജനറലി പറഞ്ഞിരിക്കുന്നതിനേക്കാൾ ഈ ക്യാരക്ടറിന് അതായിരുന്നു ആവശ്യം. ഒരു ഡിസിപ്ലിനിലായതായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. സിനിമയിൽ ആക്ടേഴ്സ് മാത്രമുള്ള സൂപ്പർ സ്റ്റാർസ് ഇല്ലായിരുന്നു. ആക്ടേഴ്സ് ആണ് ഉണ്ടാവേണ്ടത് വിശ്വസിക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ സ്റ്റാറുകളെ പല ആക്ടേഴ്സും കൂടെയാണ്. അതുകൊണ്ട് നമുക്ക് സൂപ്പർ സ്റ്റാർഡം അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുകയാണെങ്കിൽ എപ്പോഴും പക്ഷേ ആക്ടർ എന്നുള്ളത് തന്നെയാണ് മുകളിൽ കിട്ടേണ്ടത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളിപ്പോഴും ആ സിനിമയിൽ കെട്ട് കാണിക്കുന്നത്, അതായത് ഇപ്പോൾ സൂപ്പർ സ്റ്റാർ ആകുമ്പോൾ സൂപ്പർ സ്റ്റാർ ആയെങ്കിൽ അത് കീപ്പ് ചെയ്യണം, അത് പിന്നെ താഴോട്ട് പോകാനായിട്ട് പറ്റില്ല. ആ ഒരു കീപ്പ് ചെയ്യുന്നത് നമ്മുടെ ഈ സിനിമയിലെ ക്യാരക്ടർ അയാളുടെ ആക്സിഡന്റൽ സൂപ്പർ സ്റ്റാർ ആണ്. അത് ഞാനിത് മുമ്പ് പറഞ്ഞ പോലെ തന്നെ അതൊരു കരിയർ സൂപ്പർ സ്റ്റാറിന്റെ കഥയിക്കുന്ന കഥ എന്നുള്ളത് തന്നെയാണ് ഞാൻ. അത് ഈ ക്യാരക്ടറിന്റെ ഒരു തുടക്കം മുതലുള്ള ജേർണി കാണുമ്പോഴും അത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അയാൾക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അയാൾ ഫോക്കസ് തിരിച്ച് അയാൾ എന്താണോ അയാൾ ചെയ്യേണ്ടത്, അയാൾ ഒരു നടൻ എന്നുള്ള നിലയ്ക്ക് നടനമാണ് അയാൾ ചെയ്യേണ്ടത്. അതിലേക്ക് ഫോക്കസ് വെച്ചുകൊണ്ട് ഒരു ഡിസിപ്ലിൻ ആവുക. പെട്ടെന്ന് വരുന്ന അയാളുടെ സ്റ്റാർഡും അയാളുടെ ചുറ്റുമുള്ള ഒരുപാട് ഈ പറയുന്ന സൗകര്യങ്ങളും അയാളുടെ ഒരു എഫേർട്ടിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം മാറി ആ എഫേർട്ടിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യണം. അയാളുടെ ജോലിയില്ല, അയാൾ എന്ത് അഭിനയിച്ചാണ് സിനിമയിൽ വന്നത് അത് തന്നെ ചെയ്ത് കണ്ടിന്യൂ ചെയ്യുക, നല്ലൊരു നടനാവുക എന്നുള്ളത് തന്നെയാണ് ആ ക്യാരക്ടറെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ആവശ്യമായിരുന്നു. ഇപ്പോ നമ്മൾ ഈ സിനിമയിലേക്ക് ഉണ്ടാവുന്നത് നമ്മുടെ ഡാൻസ് കാർഡ് ഉണ്ടാവുമല്ലോ. ഈ ഡാൻസ് കാർഡിൽ പല കാലഘട്ടത്തിലെ ടൈപ്പ് കാർഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ശരിക്കും ഉണ്ടാക്കുന്നതിന് ഭയങ്കരമായിട്ട് പ്രേക്ഷകരുടെ പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ട്. അത് അപ്ഡേറ്റ് ചെയ്തു അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാം. തീർച്ചയായിട്ടും സംവിധായകൻ ഐഡിയയായിരുന്നു. അത് മാത്രമല്ല സിനിമയുടെ സങ്കേതങ്ങളെ നാടകവും തുടങ്ങിയ സങ്കേതങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കുക. ഒരു ആക്ടർ കഥ പറയുന്ന സമയത്ത് അങ്ങനെ ഉള്ള രീതിയിൽ കഥ പറയുന്നതായിരിക്കും നല്ലതെന്നാണ് തോന്നിയത്. അൾട്ടിമേറ്റ്ലി ആ ടൈപ്പ് കാർഡൊക്കെ ഡെഫിനറ്റ്ലി അത് ചെയ്തേക്കായിരുന്നു. എല്ലാ സിനിമയിലും ബന്ധപ്പെട്ട എല്ലാ സിനിമയിലും കേട്ടിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം? സജീവ് മാണവന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ജീവിതത്തെ ഹായ് ഐ ആം ടോണി ഒഴിച്ച് ബാക്കി എല്ലാ സിനിമകളിലും അഭിനയിക്കാവുന്നൊരു അവസരം കിട്ടിയിട്ടുള്ള ആളാണ്. ഞാൻ ഏറ്റവും അധികം വിശ്വസിക്കുന്ന ഒരു സമുദായമാണ്. ഈ സിനിമയുടെ കഥയുടെ തുടക്കം ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റ് മുതൽ ഓൾമോസ്റ്റ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അതൊന്നും ഈ സിനിമയിൽ ഞാൻ ചിലപ്പോൾ ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു അറിവ്. പിന്നീടാണ് ഞാൻ ഈ ഒരു കേരളത്തിലേക്ക് തന്നെ മാറ്റപ്പെടുകയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. സോ അൾട്ടിമേറ്റ്ലി അത് ജീൻ്റെ സിനിമയാണ്. എനിക്ക് ഏറ്റവും അധികം എന്താ പറയുക ഫ്രീഡം തരുന്ന ഒരാളാണ്. എനിക്കിതിനു മുമ്പ് പറയാൻ ചിലപ്പോൾ സച്ചി എന്ന എൻ്റെ സുഹൃത്തിനെ ചിലപ്പോൾ ഞാൻ ജീവന്റെ ഭാഗത്ത് ഞാൻ അത്രത്തോളം അധികം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന എൻ്റെ സഹോദര തുല്യനായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് എന്നെക്കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കാൻ കഴിയും അല്ലെങ്കിൽ എന്താ പറയുക ഞാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും മോർണിംഗ് ഷോ കഴിഞ്ഞ ശേഷം ഒരുപാട് നല്ല പ്രതികരണങ്ങൾ കിട്ടുന്നുണ്ട്. ഏറ്റവും വലിയൊരു ബാനറാണ് മൈത്രി മൂവിംഗ് മേക്കേഴ്സ്. ഇപ്പോൾ അത് വലിയൊരു പുഷ്പ പോലത്തെ വലിയൊരു ബാനറിൻ്റെ കൂടെ അതുപോലെ തന്നെ ഞാൻ ഇവിടെ കൂടെ ആദ്യമായിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കാൻ കഴിയുന്നു. അത് വലിയ സപ്പോർട്ട് അതിന് പുറകെ ഉണ്ടായിരുന്നു. സംവിധായകന് മാത്രമല്ല എനിക്ക് സപ്പോർട്ട് തന്ന ആൾക്കാരെ ഇവരൊക്കെ തന്നെ സൗകര്യം എല്ലാവരും തന്നെ. പടം ആരംഭിക്കുമ്പോൾ തൊട്ട് തന്നെ ഈ ആക്ടേഴ്സ് തമ്മിൽ വലിയൊരു ബോണ്ട് ഉണ്ടായിരുന്നു. അതൊരു വൈബ് ഒരുമിച്ചുണ്ടായിരുന്നു. ഒരു തരത്തിലുള്ളൊരു ഈഗോയോ അല്ലെങ്കിൽ ഒരു കോംപ്ലക്സോ ഒന്നും തന്നെ ഞാൻ ഉള്ളിലുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു സീനിൽ ഒരു കാര്യം പ്രോഗ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരുന്നു ഞങ്ങളുടെ നായകനും എല്ലാവരും. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സായ മറ്റ് ആന്റണി എല്ലാവരും തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു സപ്പോർട്ട് നമുക്കുണ്ടായിരുന്നു. അതൊക്കെ തന്നെയായിരിക്കാം ഈ സിനിമയുടെ ഒരു വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടറിന്റെ പ്രത്യേകത ഈ ഡിപ്ലോമസി ഉണ്ടല്ലോ, നയതന്ത്രം ആൾക്ക് ഭയങ്കര കഴിവുള്ള ഏരിയ ഉണ്ടാവും സ്പെഷ്യലായിട്ട്. അതിന് റിയൽ ലൈഫ് ആയിട്ട് ആരെങ്കിലും ഇപ്പൊ ഇടപെടലോ ചേട്ടനോ അങ്ങനെ ആരെങ്കിലും റെഫറൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്? ഇല്ല, തീർച്ചയായിട്ടും എല്ലാ ആക്ടേഴ്സിന്റെയും എല്ലാ വലിയ നടന്മാരുടെ പുറകെ ഇങ്ങനത്തെ ഓരോ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാണ് നമ്മുടെ അനുഭവം കൊണ്ട് കണ്ടിട്ടുള്ളത്. അത് അത്തരം കാര്യങ്ങളാണ് ഈ സിനിമയ്ക്ക് പുറത്ത് കാണിച്ചിട്ടുള്ളത്. അതൊരു പക്ഷെ മറ്റ് സിനിമയ്ക്കകത്ത് സിനിമ ചെയ്ത സിനിമകളിലൊന്നും അങ്ങനെ അധികം കാണിച്ചിട്ടില്ല. സോ ഇപ്പോഴും അത്തരം ആൾക്കാരൊക്കെ ഉണ്ട് അവരുടെ പുറകെ. കാരണം അവർ നമ്മൾ കാണുന്ന പോലെ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ മറ്റതിൽ കാണുന്ന പോലെ അല്ല. അല്ലെങ്കിൽ രാത്രിയും പകലുമായിട്ട് അവരുടെ ചിന്ത മുഴുവൻ അടുത്ത സിനിമ എങ്ങനെ ഹിറ്റാക്കുക, അടുത്ത ഹിറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രം ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ സിനിമയുടെ രംഗമുണ്ട്, എന്താണ് ഇഷ്ടപ്പെട്ട വാഹനം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ലക്ഷറി വാഹനങ്ങളുണ്ട്, എന്നാലും ഓട്ടോറിക്ഷയാണ് എന്റെ വാഹനം എന്നത്. ഇത് ഭാവിയിൽ എപ്പോഴും സെൽഫ് റോൾ ആവില്ല. ഇപ്പൊ ടോപ്പിയുടെ അടുത്ത് എന്താണ് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്ന് ചോദിക്കുമ്പോൾ കഞ്ഞി പയറാണെന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഞ്ഞിപ്പയറല്ല, കഞ്ഞിപ്പയർ ഇഷ്ടമല്ലെന്നല്ല, അത് കഴിക്കാറുണ്ട്. എനിക്ക് പൊതുവെ ഭക്ഷണം ഇഷ്ടമുള്ള ആളാണ്. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചാൽ സത്യസന്ധമായിട്ടുള്ള ഒരാളെ കിട്ടുള്ളൂ. ഡേവിഡ് പടിക്കല് നമ്മളത് നമ്മൾ മനഃപൂർവ്വം സാധനം ഉണ്ടെങ്കിൽ മതി കഴിയുമ്പോൾ അത് എല്ലാവർക്കും മനസ്സിലാവില്ല. നമ്മളതിനെ ചോദിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾക്കത് മനസ്സിലാവുന്നതുകൊണ്ടല്ല. ഡേവിഡ് പടിക്കൽ എത്രത്തോളം ടോവിനോയെ ഇൻഫ്ലുവൻസ് ചെയ്യും? ഡേവിഡ് പടിക്കൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമൊന്നുമില്ല. നമ്മൾ ഈ ക്യാരക്ടറിനെ മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ ക്യാരക്ടർ ചെയ്തു തുടങ്ങിയത്. ഡേവിഡ് പടിക്കലിനെ ഞാൻ മനസ്സിലാക്കിയതോളം ആയത് ഒരു മോശം നടനോ മോശം വ്യക്തിയോ അല്ല. കൈവിരിപ്പില് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കാനായിട്ട് ആൾക്കാർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവിടെ നിന്ന് അയാള് ആക്ടിങ് ആണ് അയാളുടെ ഏറ്റവും വലിയ കോളിംഗ്. അതിന് വേണ്ടിയിട്ടാണ് അയാൾ കൂടുതൽ എഫേർട്ട് എടുക്കുന്നത്. അയാൾ മനസ്സിലാക്കുമ്പോഴാണ് അയാളുടെ ലൈഫിൽ ഒരു മാറ്റം സംഭവിക്കുന്നത്. എനിക്ക് ആ കോളിംഗ് നേരത്തെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ എന്റെ ശ്രദ്ധ അതിൽ തന്നെയാണ്. എന്റെ അത് എന്നെ നിങ്ങൾ ഇന്നലെ എന്തോ ആദ്യമായിട്ട് കാണുന്നു. ഇതിനു മുമ്പും ഞാൻ സംസാരിക്കുന്നു, നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്. അന്നൊക്കെ പറഞ്ഞു തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. എന്നെ സംബന്ധിച്ചോളം എങ്ങനെ ഞാനെന്ന ആക്ടറിനെ എനിക്ക് ഇനി പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ ഞാൻ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ച് ഈ സ്റ്റാർഡൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന ആളല്ല. എനിക്ക് അതിനെ പറ്റിയിട്ട് അത്ര വലിയ ടെൻഷൻ ഇല്ല. ആ ഒരു ഏരിയ ചിന്തിക്കുന്ന ആളല്ല. പക്ഷെ ആസ് എൻ ആക്ടർ ഞാൻ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാം എന്നുള്ളത് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പൊ അത് ഡേവിഡ് പടിക്കലിന് എന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടാവും. എനിക്ക് ഡേവിഡ് പടിക്കലിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടില്ല. അയാൾക്കുണ്ടായ ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് എന്റെ ചുറ്റുമൊക്കെ പറഞ്ഞു തരാനൊക്കെ ഈ പറഞ്ഞ പോലെ ഫോക്കസ് മാറി പോവാതെ നമ്മളുടെ ചിന്തകളും ശ്രദ്ധകളൊക്കെ എന്തിലേക്കാണോ വരുന്നത് അതിലേക്ക് തന്നെ ചാനൽ ചെയ്യാനായിട്ട് എന്റെ ചുറ്റുമുള്ള ആൾക്കാർ എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാ പടങ്ങളും എടുത്ത് നോക്കിയാലും ഇപ്പോഴും വൈബ്രന്റ് ആണ്, കളർഫുൾ ആണ്. ഈ സിനിമ അതുപോലെ തന്നെ അതിന്റെ കോസ്റ്റ്യൂംസ് എല്ലാം എടുത്തു നിൽക്കുന്നുണ്ട്. ശരിക്കും ഇങ്ങനത്തെ ഒരു കഥ കേട്ടപ്പോൾ സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറയുന്ന ഒരുപാട് തരം ഹൃദയം നടന്നാലും ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത് കുറച്ചുകൂടെ ഡിഫറെന്റ് ആണ്. ഒരു നായകന്റെ പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു സിനിമാക്കാരന്റെ പെർസ്പെക്റ്റീവിലൂടെയാണ് കഥ പോകുന്നത്. അത് തന്നെയാണ് കമ്മിറ്റ് ചെയ്യാനുള്ളൊരു. തീർച്ചയായിട്ടും ഇതിന്റെ കഥയും ഇതിനകത്തുള്ള ഇമോഷൻസും തന്നെയാണ് ഈ സിനിമ കമ്മിറ്റ് ചെയ്യാനുള്ള കാരണം. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാവുന്നതായിരുന്നു അവർ ഈ സിനിമയുടെ എന്താണ് ഉദ്ദേശിക്കുന്നത്. അത് തീർച്ചയായിട്ടും ചെയ്യുന്നത് നല്ല പ്രത്യേക എടുത്തിലേക്കും എനിക്കറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഈ സിനിമയുടെ കഥയും ഈ സിനിമയുടെ ടീമും തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ ഈ സിനിമ കമ്മിറ്റ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ അതിനൊരു ലാലിന്റെ സിനിമകളിലെല്ലാം ഭയങ്കര എണ്ണായിട്ട് അല്ലെങ്കിൽ എണ്ണായിട്ടുള്ള ക്യാരക്ടേഴ്സിന് ഒരു എനർജി ബൂസ്റ്റ് ചെയ്യുന്ന ഒരാളായിട്ടുണ്ട്. ആ ഒരു ലൈഫ് എന്താണ് ഇത്ര എണ്ണായിട്ട് വരുന്നത്? മറ്റു കഥാപാത്രങ്ങൾക്ക് വേണ്ടി പ്രായമായിട്ടുള്ള വേഷം മേക്കപ്പെട്ട് അഭിനയിച്ചതേ ഉള്ളൂ. ശരിക്കും ഇതാണ് ശരിക്കും ഇതൊക്കെയാണ് ഇതൊക്കെ നമുക്ക് തരുന്ന ഓരോ കഥാപാത്രങ്ങളനുസരിച്ചിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ ചില സിനിമകൾ നമുക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഇപ്പൊ ഈ സിനിമ കമ്മിറ്റ് ചെയ്ത് അതുകൊണ്ടിട്ട് ഈ സാധനം മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട് നമുക്ക്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു കളർഫുൾ ആയിട്ട് ഇതുവരെയും ആരും കാണിക്കാത്ത രീതിയിലൊരു കോസ്റ്റ്യൂംസും അപ്പിയറൻസും കാര്യങ്ങളുണ്ട്. ഏതാണ്ട് 6 മാസത്തോളം ആ ഒരു ഗെറ്റപ്പൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളതെന്നല്ല, സ്വയം വളർത്തിയുണ്ടാക്കിയിട്ടുള്ള കഥാവും ഈശ്വരൻ തന്നെയാണ്. ഇടയ്ക്കിടയ്ക്ക് പല കാരണങ്ങൾ കൊണ്ടും ഷൂട്ടിംഗ് മുടങ്ങിപ്പോയി മറ്റു പടങ്ങളൊന്നും ചെയ്യാൻ വയ്യാതെ 6 മാസത്തോളം ഈ പടത്തിന്റെ പുറകെ നമ്മൾ നിന്നിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, അധികം ഡെഡിക്കേറ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ. ഒരുപാട് ഫിസിക്കലി എഫേർട്ട് എടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ അതൊക്കെ നമുക്കൊരു കഥ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കഥാപാത്രം കേൾക്കുമ്പോൾ ഇത് നമുക്ക് ഇതിനു വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ അത് ഗുണം ചെയ്യും എന്ന് നമുക്കൊരു തിരിച്ചറിവുണ്ടല്ലോ. നമുക്ക് ഇത്രയും കാലമായിട്ട് നിൽക്കുന്നു
പ്രതിഷ്ഠിക്കാതെ. അപ്പൊ ആ തിരിച്ചറിവുള്ളതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ 100% നീതി പുലർത്താൻ നോക്കിയിട്ടുണ്ട്. ഒരുപാട് സുഹൃത്തുക്കളായിട്ടുള്ള പഠിക്കുന്ന ഒരു കണ്ണാടിയാണ് ശരിക്കും പറഞ്ഞാൽ ലെനിൻ പറഞ്ഞ ക്യാരക്ടർ. ശരിക്കും ഇതിനു വേണ്ടി മറ്റ് സുഹൃത്തുക്കളിൽ നിന്ന് എങ്ങനെയാ ലെനിൻ വളരെ വ്യത്യസ്തരായിട്ട്? അല്ല, ലെനിൻ സുഹൃത്തിനേക്കാളുപരി അയാള് സുഹൃത്താണ്. പക്ഷെ അയാൾക്ക് അറിയാൻ പാടില്ല ഒരു അസിസ്റ്റന്റ് ആണ്, പിന്നെ ഒരു വലിയ ഫാൻ ബോയ് ആണ്. അപ്പോ എല്ലാം ചിലപ്പോ നേരെ വിട്ടു തുറന്ന് ആദ്യമേ പറയാൻ പറ്റില്ലായിരിക്കും. പക്ഷെ എന്നിട്ട് ചോദിച്ചാൽ ഞാൻ അപ്പൊ സത്യമേ പറയൂലേ, സത്യമേ പറയൂ. അപ്പോ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അതായത് മറ്റേ പ്രോപ്പർ ഒരു സുഹൃത്ത് എപ്പോഴും എന്ത് കാര്യം വേണമെങ്കിൽ പറയാം, അങ്ങനത്തെ ഒരു ക്യാരക്ടറേ അല്ലല്ലേ. ഇപ്പോ ഈ സിനിമയുടെ അകത്ത് ഒരുപാട് ലാലട്ടൻ നമുക്ക് ഫ്രണ്ട്സുകളുണ്ട്. അതിന് തിയേറ്ററിൽ നിന്ന് മൊത്തം കൈയടി കിട്ടിയ ഒരു സീനായിരുന്നു. സിനിമയുടെ അകത്ത് നമുക്ക് കരയുമ്പോൾ നമ്മുടെ എല്ലാവരും കൂടെ ഇരുന്ന് കരയാറില്ലേ എന്ന് പറയുന്നിടത്തെല്ലാം കൈയടിയായിരുന്നു. ഇത് ശരിക്കും അപ്പുറത്ത് കൈ വിരലുകളോട് അഭിനയിക്കുന്ന ലാലട്ടനെ പറ്റിയുള്ള റെഫറൻസും ഉണ്ട്. ഇത് എവിടെയെങ്കിലും ബാലൻസിങ് ആയിട്ടാണോ അതോ ശരിക്കും നിങ്ങൾക്ക് ഒരു ട്രിബ്യൂട്ട് പോലെ ഫീൽ ചെയ്തിരുന്നോ? അല്ല, ബാലൻസിന്റെ കാര്യം ഇത് അവരുടെ മാത്രമല്ല, വേറെ ആക്ടേഴ്സിന്റെ പറയുന്നുണ്ട്, ആയുഷ്മാൻ ഖുറാന പറയുന്നുണ്ട്, പല ആക്ടേഴ്സിന്റെ കാര്യം പറയുന്നുണ്ട്. ഇത് നമുക്ക് പറഞ്ഞാൽ ആളുകൾക്ക് റിലേറ്റ് ആവുന്ന, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്. അപ്പോഴെല്ലാം റിലേറ്റബിൾ ആയിട്ട് തോന്നുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് തോന്നിയിട്ടുള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ സ്ത്രീകൾക്ക് കൈയടിയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഇത് ശരിയാണെന്ന് നമുക്ക് എനിക്കും തോന്നിയിട്ടുള്ള കാര്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളത് അങ്ങനെ പറയുന്നതല്ലേ, കാര്യങ്ങളോട് അഭിനയിക്കുന്നതാണെന്നും നമുക്ക് അറിയുമ്പോൾ നമ്മൾ ഓൺസ്ക്രീൻ കാര്യങ്ങൾ അത് എനിക്കും അനുഭവങ്ങളാണ്. പേഴ്സണലി നമുക്ക് കരയുന്ന സീനുകളിൽ കരച്ചിൽ വരാറുണ്ട്. അത് എന്തോ ഒരു മാജിക് അവിടെ സ്ക്രീനിൽ സംഭവിക്കുന്നുണ്ട് നമ്മൾ കരയുന്ന സമയത്ത്. അത് തന്നെയാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ സിനിമയിൽ പറഞ്ഞിട്ടുള്ളൂ. അതായത് പുതിയതായിട്ട് ഞങ്ങളുടെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതിനേക്കാളും നമ്മളെ മൊത്തത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു എന്താ പറയാ, അതറിയാവുന്നത് എല്ലാവരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് റിലേറ്റബിൾ ആവുന്നത് തോന്നിയതുകൊണ്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അല്ലാണ്ട് അതിന് ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ആയുഷ്മാൻ ഖുറാനയ്ക്ക് സിനിമ കണ്ടിട്ടാണ് അതല്ല. അത് നമുക്കത് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ റെഫറൻസുകൾ പറയുന്നത് നമ്മൾ നമ്മുടെ നോർമൽ കോൺവെർസേഷൻസിൽ പറയുമല്ലേ. ഇപ്പൊ എന്റെ അടുത്ത് ആക്ടർ സുഹൃത്തുക്കളല്ല, ഞാൻ ആക്ടർ ആയതുകൊണ്ട് എന്റെ സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ സിനിമയും ഇതുപോലുള്ള റെഫറൻസസ് എന്നോട് പറയാറുണ്ട്. ഇപ്പൊ സൗമികയുടെ ക്യാരക്ടർ പറയുന്ന പോലെ പല ആക്ടേഴ്സിന്റെ നല്ല ക്വാളിറ്റീസ് അതങ്ങനെ കണ്ടില്ല, ഇതൊക്കെ നമ്മളോട് പറയാറുള്ളതാണ്. ഇടയ്ക്ക് അതുപോലെ വളരെ സ്വാഭാവികമായിട്ട് നമ്മളുടെ ദൈനംദിന സംസാരത്തിൽ തന്നെ നമുക്ക് അതേ നമ്മൾ സംസാരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ സിനിമയിൽ പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിനകത്തുള്ള എല്ലാം സ്ക്രിപ്റ്റിലുണ്ടായിരുന്നതാണ്. ആ ഒരു സീനിന്റെ ട്രീറ്റ്മെന്റിലും അല്ലെങ്കിൽ ആ സീനിലെ പെർഫോമൻസിലും ചെറിയ ഇംപ്രവൈസേഷനിലും കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ സിനിമയിൽ കാണുന്ന എല്ലാം സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു തന്നെയാണ്. ഈ അഭിനയിക്കാൻ അറിയാത്ത ഒരാൾ അഭിനയിക്കുക എന്നുള്ളത് എത്രത്തോളം പ്രയാസമാണ്? അങ്ങനെ നമ്മൾ അഭിനയിക്കാൻ അറിയാത്ത ഒരാളുടെ ഒരു ഭയങ്കര മാജിക്കൽ ട്രാൻസിഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ എന്നതിനേക്കാൾ ഉപരി നമ്മൾ ഇതിനകത്ത് കരുതിയിരുന്നത് ഇയാൾക്ക് അതൊന്നും പാലും എന്റെ അടുത്ത് പറയുന്ന സീനിൽ പറയുന്നുണ്ട്. ചില കഴിവൊക്കെ ഉണ്ട്, പക്ഷെ ചില കിട്ടിയ ആ ഒരു സ്ഥാനത്തിനുള്ള ഒരു എഫേർട്ട് ചേട്ടൻ കയ്യിലിരുന്നില്ല. അത് ശരിയാവുന്നു. അത് ആദ്യമേ പടത്തിന്റെ തുടക്ക സമയത്ത് ബാലുവിന്റെ ഡയറക്ടർ പറയുന്നത്. അപ്പൊ അത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് അയാളൊരു മോശം ആക്ടർ അല്ല, ഒരു എഫേർട്ട് എടുക്കാത്ത ആക്ടറാണ്. അതുകൊണ്ട് ഒറ്റ സാധനം പുള്ളിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതിനാൽ അപ്പുറത്തേക്ക് ഓരോ ക്യാരക്ടറിനെ മനസ്സിലാക്കി കുറച്ചുകൂടെ ഇമോഷൻസ് അതിനകത്ത് മനസ്സിലാക്കി അങ്ങനെ ഇൻവോൾവായിട്ട് അഭിനയിക്കാനായിട്ട് ഇയാൾ ശ്രമിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതാണ് ഭയങ്കര മോശം ആക്ടറായിട്ട് കാണിക്കാനായിട്ട് നമ്മൾ ഇത്രയും വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഇയാൾ ആദ്യത്തെ ഹിറ്റായ ഒരാളായിട്ട് അത്ര മോശം ആക്ടറല്ല, ഒരു ഓക്കെ ആക്ടർ. അയാൾ പറഞ്ഞില്ലാത്ത എഫേർട്ടാണ്. ആ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അയാളുടെ ആക്ടിംഗ് കരിയറൊക്കെ മെച്ചപ്പെടും എന്നുള്ളതാണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാനത് മോശമാക്കി ചെയ്യാനായിട്ടല്ല, എന്നാലും അത് അത്ര ഭയങ്കര എഫേർട്ട് ഇല്ലാതെ സ്ലീപ്പ് വാക്കിംഗ് ചെയ്യുന്ന പോലെയൊക്കെയാണ് അയാൾ ചെയ്യുന്നത്. അയാളുടെ ശ്രദ്ധ മറ്റു പല കാര്യങ്ങളിലായതുകൊണ്ട് അവസാനിക്കാകുമ്പോഴത്തേക്കും പുള്ളിയുടെ ശ്രദ്ധയിലേക്ക് മാത്രം പൂർണ്ണമായിട്ടും അർപ്പിച്ച് അങ്ങനത്തെ എഫേർട്ട് ഇട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. പറഞ്ഞു നിർത്തിയെടുക്കും തന്നെയാണ് എനിക്ക് ചോദിക്കുന്നത്. അതായത് ഡേവിഡ് പടിക്കൽ എന്നുള്ള ആ ഒരു ക്യാരക്ടർ തീർച്ചയായിട്ടും 3 സിനിമകൾ അഭിനയിച്ച് വൻപ ഹിറ്റായ സൂപ്പർ സ്റ്റാർ ലാൻഡിലേക്ക് എത്തിയതാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് നന്നായിട്ട് അഭിനയിക്കാൻ അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരുപാട് വിഷമതകളായിരിക്കാം. പക്ഷേ ചെറുപ്പത്തിൽ അദ്ദേഹത്തിന് അത്തരത്തിൽ ഒരു അപഗണനയായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തിന് ജീവിതത്തിൽ ആരോടൊക്കെയോ വിവരിച്ച് തീർക്കുക എന്നുള്ള രീതിയിൽ കിട്ടുന്ന ആ ഒരു സ്റ്റാർ
പരമാവധി മുതലെടുക്കുക എന്നുള്ള രീതിയിലേക്കാണ് വന്നതായിരിക്കാം ചിലപ്പോൾ ഡേവിഡ് പടിക്കൽ. അത്തരത്തിൽ നമുക്കറിയാം ദൗർബല്യമായിട്ടുള്ള ഒരു ആളാണ് ടോബി ചേട്ടൻ. വളരെ താഴ്ന്ന നിലയിൽ നിന്നും ഇന്ന് കാണുന്ന വലിയൊരു സ്ഥാനത്തിലേക്ക് വളർന്ന വ്യക്തിയാണ്. അപ്പൊ അത്തരത്തിൽ ആ ഒരു ഘട്ടത്തിൽ അന്ന് സംഭവിച്ച എന്തെങ്കിലും അവഗണനകൾ ഇന്ന് ഈ ഒരു സ്റ്റാറായിട്ട് നിൽക്കുന്ന സമയത്ത് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നാണ് പറയുന്നത് ഈ ഒരു ക്യാരക്ടറുമായി. ഇതിനകത്ത് ഈ ക്യാരക്ടറാണെങ്കിൽ പോലും അയാളുടെ ട്രോമകളല്ല അയാളുടെ പ്രശ്നം, അതിന്റെ പേരിലുള്ള ആളുകളുള്ള വിരഞ്ചുമല്ല അയാളുടെ പ്രശ്നം. അയാൾക്ക് പെട്ടെന്ന് ഒരു ആക്സിഡന്റൽ സൂപ്പർ സ്റ്റാർ പോലെ പെട്ടെന്ന് പുള്ളിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സക്സസ് വന്നു. അയാളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കൂടുതൽ നിന്ന് പറഞ്ഞു കൊടുക്കാൻ ഇതൊന്നും ആരും ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്ന കാര്യങ്ങളല്ല. പല കാര്യങ്ങളും നമുക്ക് എല്ലാം ഒന്നും അറിയില്ല. പുറത്ത് ആൾക്കാർ പറഞ്ഞത് കേൾക്കാനായിട്ട് നമ്മൾ തയ്യാറാവുകയും വേണം. അപ്പൊ ഇയാളുടെ ക്യാരക്ടർ, ഈ ക്യാരക്ടറിന്റെ പ്രശ്നം അതായിരുന്നു. അപ്പോ അത് കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഭയങ്കര ട്രാൻസ്ഫോർമേഷനേക്കാൾ അപ്പുറത്ത് ഇയാളുടെ എഫേർട്ടിനെ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നത്. അത് ഒരു എല്ലാം തരത്തിലുള്ള ആക്ടറായി മാറുന്നു എന്നതിനേക്കാൾ ഉപരി ഇയാൾക്ക് ഇനിയും ഒരു ബെറ്റർ ആക്ടർ ആവാനുള്ള ഒരു തുടക്കമായിട്ടാണ് നമ്മൾ ഇവിടെ തന്നെ ക്ലൈമാക്സിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ പഴയ കാലത്തെ ട്രോമാസ് ഒക്കെ അതിന്റെ ഒരു എന്താ പറയുക ഒരു കാറ്റലിസ്റ്റ് ആയിട്ടുണ്ടാവുന്നല്ല, അതല്ല ഇതിന്റെ മൂലകാരണം. മൂലകാരണം എന്ന് പറയുന്നത് പെട്ടെന്ന് വന്ന സ്റ്റാർട്ടപ്പിൽ അയാൾ അഭിനയിച്ചു പോയത് അയാൾ റിയാലിറ്റിയിൽ നിന്ന് വിട്ട് വേറൊരു സ്ഥലത്താണ് പുള്ളി ജീവിച്ചുകൊണ്ടിരുന്നത്. റിയാലിറ്റി മനസ്സിലാക്കുകയും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരോട് അടുത്തിടപെടുകയും ചെയ്യുന്ന സമയത്ത് അയാൾക്ക് കിട്ടുന്ന ഒരു വെളിച്ചം, ആ വെളിച്ചമായിരിക്കും മുന്നോട്ട് പോകാനുള്ള അയാളുടെ ഒരു പ്രചോദനം. സൗദിനിക്ക പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അതായത് ഇപ്പം ഡേവിഡ് പടിക്കൽ 3 സിനിമ ഹിറ്റായപ്പോ, അതായത് സാധാരണക്കാരനായി മറ്റുള്ളവരുടെ ഇടപെടുന്ന സമയത്താണ് ആ 3 സിനിമ ഹിറ്റായത്. പിന്നീട് സൂപ്പർ സ്റ്റാർ എന്നൊരു പതിനൊരുമ്പോഴേക്കും ആ ഒരു ഇതൊന്ന് ഇടിഞ്ഞു പോയെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ മലയാള സിനിമകളായാലും എന്തോ 2-3 ഹിറ്റ് അടിച്ച് കഴിയുമ്പോഴേക്കും എന്തോ ആയി എന്ന് തോന്നുമ്പോ അതൊരു ശരിക്കും അവർക്കൊരു ലെസൺ കൂടിയല്ലേ? പുറത്തുനിന്ന് നോക്കി കാണുമ്പോഴാണോ ഇങ്ങനെ തോന്നുന്നു? എനിക്ക് ഉറപ്പില്ല നിങ്ങൾ ഈ പറയുന്ന പോലെയാണോ 2 സിനിമ കഴിയുമ്പോഴത്തേക്ക് ആളുകൾ അങ്ങനെ മാറും. അതൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് എന്റെ അനുഭവത്തിനെ പറയാൻ പറ്റുള്ളൂ. ചുറ്റുമുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ മാറിയതായിട്ട് തോന്നുക. നമുക്കത് തോന്നിക്കൊള്ളുന്നില്ല. നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാർക്ക് ഇപ്പൊ ഞാൻ എന്നെ പണ്ടറിയാത്തവർക്ക് ഞാൻ മാറിയെന്നെങ്കിലും പറയാൻ പറ്റും. അല്ലെങ്കിൽ ഒരു വ്യക്തി, ഏതൊരു വ്യക്തിയായിരുന്നു ആ വ്യക്തിയെ നമുക്ക് മുൻപരിചയമില്ലെങ്കിൽ അയാൾ ആരും മാറിപ്പോയിട്ടോ എന്ന് മാറിപ്പോയെന്ന് പറയാനായിട്ട് അയാൾ മുൻപരിചയം വേണം. അപ്പൊ അതെനിക്ക് അറിയില്ല. ഈ പറഞ്ഞ കാര്യം എനിക്ക് പേഴ്സണൽ അനുഭവം ഇല്ല. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മള് ആദ്യത്തെ 3 സിനിമകളൊക്കെ അയാളെ ഹിറ്റായത് അയാളുടെ ആ സമയത്ത് എഫേർട്ടായിരിക്കും. ആ സമയത്ത് അയാള് കുറച്ചുകൂടെ ആളുകളുടെ ഇടവയിൽ അടുത്ത ഇടവഴി ജീവിച്ചിരുന്നായിരിക്കും, റിയാലിറ്റിയിലൊക്കെ ആയിരിക്കും അയാൾ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവിടെ നിന്ന് നമ്മൾ കുറച്ചങ്ങോട്ട് പോയി കഴിയുന്ന സമയത്ത് നമ്മൾ നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഒരു ആവശ്യകതയാണ്. അപ്പൊ 10 കൊല്ലം മുമ്പ് നമ്മളൊരു കാര്യം മനസ്സിൽ വിചാരിച്ച് അതുമായിട്ട് തന്നെ ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകാന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടെ ലോകം മാറുന്നതൊക്കെ മനസ്സിലാക്കി നമ്മളുടെ അവസ്ഥ എന്താണ്, നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം. ചിലപ്പോൾ പണ്ട് പറഞ്ഞൊരു തമാശകൾ പറയാൻ പറ്റില്ലായിരിക്കും. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ അവസ്ഥകൾ മാറുന്ന സമയത്ത്, നമ്മുടെ സ്ഥാനം മാറുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ എഫേർട്ട് ഇടണം. ആദ്യത്തെ 3 സിനിമകൾക്കായാലും ചിലപ്പോൾ ഇയാൾ എഫേർട്ട് ഇടണം മാത്രമായിട്ടുണ്ടാവില്ല. അന്നത് മതിയായിരുന്നുണ്ടാവും. പിന്നീട് അങ്ങോട്ട് സിനിമ മാറിയ കാലം മാറിയ സമയത്ത് ഡേവിഡ് പടിക്കലിന് കുറച്ചുകൂടെ എഫേർട്ട് ഇട്ടാൽ മാത്രമേ അയാളുടെ കണ്ടുമുറിയായിട്ടുള്ള ആക്ടേഴ്സിന്റെ അടുത്ത്, അല്ലെങ്കിൽ അയാളോട് തന്നെ ഒന്ന് കോമ്പീറ്റ് ചെയ്ത് അയാൾ മുമ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനൊക്കെ ആയിട്ടുള്ള അയാൾക്ക് ആ ഒരു ഫയർ കിട്ടുന്ന അങ്ങനെയായിരിക്കും. ഈ സൗകര്യ സിനിമയുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്. ഡേവിഡ് പടിക്കലിന് ഈ സാധാരണക്കാരായിട്ടുള്ള കണക്ട് മിസ്സാവുന്നു, എമ്പതി മിസ്സാവുന്നു എന്നൊക്കെ പറയുന്ന രീതിയുണ്ട്. അപ്പൊ അതുപോലെ ഇപ്പൊ സാധാരണ രീതിയിൽ ഒരാള് നമ്മുടെ കരൽ മാർക്കറ്റ് നടക്കുന്ന പോലെ നമുക്ക് നടക്കാൻ പറ്റില്ലായിരിക്കും. അപ്പൊ നമ്മുടെ വലിയ സൂപ്പർ സ്റ്റാർസിനെ പറ്റിയൊക്കെ പറയുന്നത് ഇപ്പൊ അവർ പണ്ടത്തെ പോലത്തെ സിനിമകൾ ചെയ്യുന്നില്ല, സാധാരണക്കാരനായ സിനിമകൾ ചെയ്യുന്നില്ല, നിലത്ത് നിൽക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്യുന്നില്ല എന്നൊക്കെ. ടോവിനോക്ക് ഇപ്പൊ എത്രത്തോളം പണ്ടത്തെ ഇപ്പൊ ബുള്ളറ്റിന് ബാറ്ററി പോലും ഇല്ലാതെ മുന്തി സ്റ്റാർട്ട് ചെയ്തിരുന്ന ടോവിനോയെ, അല്ലെങ്കിൽ മേക്കപ്പ് മാൻ ടിഷ്യൂ ഇല്ലാതെയുമോ പൈപ്പിനടി കൊണ്ടുപോയി കഴുകണം എന്ന് പറഞ്ഞപ്പോഴാണ് ടോവിനോ. ആ സാധാരണ ടോവിനോ ഉണ്ടല്ലോ, ആ ടോവിനോ എത്രത്തോളം ഇപ്പൊ ഉള്ളിലുണ്ട്? അതൊക്കെ ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. അതിനകത്തും ആ ടോവിനോ ഇപ്പോഴും ഉള്ളിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഞാനൊരു പറ്റും സാധാരണക്കാരുടെ ഒപ്പം എന്റെ വീട്ടിൽ ജീവിക്കുന്നത്. അവരാരും അങ്ങനെ സെലിബ്രിറ്റീസോ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ സിനിമാ മേഖലയുമായിട്ട് ബന്ധമുള്ള ആൾക്കാരല്ല എന്റെ വീട്ടിലുള്ളത്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അതേ സാധാരണക്കാരനാണ്. അവർക്ക് ഞാൻ മാറിയതായിട്ട് ഫീൽ ചെയ്യില്ല. കാര്യം ഞാൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോഴും. അവർക്ക് എന്റെ മുമ്പേ അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ മാറിയിട്ടില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലാവുകയും എന്റെ സാഹചര്യങ്ങൾ മാറിയിട്ടുള്ളത് അതും അവർ മനസ്സിലാക്കുന്നു. അപ്പൊ ഞങ്ങള് ഒരുമിച്ച്
കുറെ സമയം സ്പെൻഡ് ചെയ്യുന്നതാണ്. എനിക്ക് നല്ല കുറെ വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. അവരാരും ഈ സിനിമയിലുള്ള സുഹൃത്തുക്കളില്ലെന്നല്ല, സിനിമയിൽ സുഹൃത്തുക്കളുണ്ട്. അതിന് പുറത്ത് തന്നെ ചെറുപ്പം മുതൽ സ്കൂളിൽ പഠിച്ചിട്ട് കുറെ ഫ്രണ്ട്സ് എനിക്കുണ്ട്, വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. അവരെല്ലാവരും ഈ അവരവരുടെ മേഖലകളിൽ വളരെ സാധാരണക്കാരായിട്ടുള്ള ഈ സിനിമ മേഖലയോട് യാതൊരു ബന്ധമില്ലാതെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. ഞാൻ എൻ്റെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് അവരുടെ കൂടെയാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ പഴയ ഒരു ഓർമ്മിപ്പിക്കേണ്ട വരാറില്ല. എനിക്ക് നല്ല കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ഞാൻ സിനിമയിൽ വന്ന സമയം കൊണ്ടുള്ള ഭൂരിഭാഗം കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഓർക്കുന്ന ആളാണ് ഞാൻ. അതിൻ്റെ അർത്ഥം ഞാൻ മാറിയിട്ടില്ല എന്നുള്ള തന്നെയാണ്. പഴയ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ തന്നെയായിട്ടാണ്. നിങ്ങളും തന്നെ കുറെ കാലമായിട്ട് കാണുന്നില്ലേ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇപ്പൊ ഈ സിനിമയ്ക്കുള്ള റെഫറൻസുകൾ സാധാരണ, പക്ഷെ പോസ്റ്റ് ആവരുതെന്നുള്ളൊരു നമുക്കൊരു ഇൻഡിക്കേഷൻ ഉണ്ടാവും. ഈ നിങ്ങളുടെ റെഫറൻസ് പോസ്റ്റ് ആവരുതെന്നുള്ളത് ആദ്യം തീരുമാനം. അയ്യോ, എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അതായത് പക്ഷെ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര രസം തോന്നി. ആ മൊമെന്റിന്റെ അത് ഭയങ്കര യോജിക്കുന്നതായിട്ട് തോന്നി. ഇത് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോഴാണ് അങ്ങനെ ആ ഒരു റെഫറൻസ് കൊണ്ട് ഇതുപോലെ മനസ്സിലാക്കിയത്. അത് ആ മൊമെന്റിൽ ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒരു എന്താ പറയാ, ആ സീൻ കുറച്ചുകൂടെ ആസ്വാദികരമാക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം മിന്നൽ മുരളി ചെയ്യുന്ന പോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ അതൊരു കണക്ഷൻ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞ സ്പോയിലർ ആവുന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതെനിക്ക് ഒരു സർപ്രൈസ് ആയിരുന്നു. ഞാനത് എൻജോയ് ചെയ്തു. ഇതിനകത്ത് ഒരുപാട് നിങ്ങളൊക്കെ കൂടെ അഭിനയിക്കുന്ന കുറെ ആളുകളൊക്കെ ആയിട്ട് റെഫറൻസ് ഉള്ള ഒരുപാട് ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വിളിച്ചാൽ ഫോൺ എടുക്കാത്ത പോലെ അങ്ങനെ കുറെ കുറെ, അതായത് നമുക്കത് സത്യം അറിയില്ല ആക്ച്വലി എന്താ നടക്കുന്നത്. നിങ്ങൾ ഫിക്ഷനായിട്ട് സമീപിച്ചിരിക്കാം. പക്ഷെ വളരെ ഇപ്പോൾ റീസെന്റ് നടന്ന ഒരുപാട് സംഭവങ്ങൾ ഈ സിനിമയായിട്ട് വലിയ സാമ്യമുണ്ട്. അപ്പൊ എപ്പോഴെങ്കിലും ഇത് അവർക്ക് വേദനയാവും അങ്ങനത്തെ തോട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? ഒരിക്കലും ഒരാളെ ഇന്ന ആളാണെന്ന് പറയാൻ വേണ്ടതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് തോന്നുമായിരിക്കും, ചിലപ്പോ എനിക്ക് വരെ തോന്നും ഇനി ഇത് ഞാനാണോ. എല്ലാ ആക്ടറും തോന്നാവുന്ന പരിപാടികളുണ്ട്. ഒരു സമയത്ത് നമ്മൾ പല രീതിയിലായിരിക്കും നിൽക്കുന്നത്. അപ്പോ ഇത് എല്ലാ ആൾക്കാരെയും കുറച്ചുണ്ട്. അപ്പോ അത് ഇന്ന ഒരാൾക്ക് നമ്മൾ ദ്രോഹിക്കാൻ വേണ്ടി ഒരാളെ പോയിന്റ് ചെയ്ത് ഒരിക്കലും ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്യില്ല. സുബിൻ ഇവിടെ സുബിനോട് ചോദ്യങ്ങൾ ചോദിക്കുക. സിനിമയ്ക്കകത്ത് ഒരു കഥ പറയുന്നത് ആന്റണി ചേട്ടൻ ഒരു കഥ പറയുന്നുണ്ട്. അപ്പം റിയൽ ലൈഫിൽ അങ്ങനെ മിസ്സായി പോയ ഏതെങ്കിലും അവസരങ്ങളുണ്ടോ? ഇല്ല, ഒരുപക്ഷെ ഞാൻ ജനിച്ചതും വളർന്നതും മദ്രാസാണ്. അങ്ങനെ ഈ കോടമ്പാക്ക ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ച് ഒരു കണക്റ്റീവ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമായിരിക്കും. അതായിരിക്കും സുബിനൊക്കെ ആയിരിക്കും അതിന് ഉത്തരം പറയുന്നത്. പക്ഷെ ഞങ്ങൾ ആന്റണിയോട് ചോദിച്ച് പെർമിഷൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഫോർമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. സൗകര്യമായിട്ട് ആദ്യമായിട്ടാണ് ഒരുമിച്ച് സിനിമ വരുന്നത്. എങ്ങനെയുണ്ടായിരുന്നു അദ്ദേഹമായിട്ടുള്ള എക്സ്പീരിയൻസ്? സൗമിക ഞങ്ങൾ കുറെ വർഷങ്ങളായിട്ട് പരിചയമുണ്ട്, സൗഹൃദമുണ്ട്. ഒരേ സിനിമയിൽ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് കോമ്പറ്റീഷൻ സീൻ വരുന്നത് ഈ സിനിമയിൽ തന്നെയായിരുന്നു. സൗമികയോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര രസമായിട്ട് വർക്ക് ചെയ്യാനായിട്ട്. കാര്യം പുള്ളി വളരെ സീരിയസ് ആയിട്ട് സിനിമയെ സമീപിക്കുന്ന ഒരാളാണ്. ഈ ക്യാരക്ടറിനാണെങ്കിലും പുള്ളിക്ക് ഞാൻ വളരെ എന്താ പറയുക സന്തോഷവാനാണ് പുള്ളി ഈ ക്യാരക്ടർ ചെയ്തിരിക്കുന്ന രീതിയിൽ. ഭയങ്കര രസമായിട്ട് അതിനെ ഓവർഡു ചെയ്യാതെ അയാള് ഇപ്പൊ ഒരു ആക്ടിംഗ് ട്രെയിനിങ് വരുന്ന സമയത്ത് അയാളും എല്ലാം കഴിഞ്ഞ ഒരു അങ്ങനെ ഇൻവിൻസിബിൾ ആയിട്ടുള്ള ഒരാളായിട്ടൊന്നല്ല അയാളെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ അയാളുടെ ക്യാരക്ടറിനെ ഇയാൾ ആധുനിക മനുഷ്യനാണെന്നൊക്കെ പറയുകയും പക്ഷെ ഇയാളും സാധാരണ ഒരു മനുഷ്യനാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരാള് അയാളുടെ ചുറ്റുപാടുകളോ അയാളുടെ എത്രയൊക്കെ അയാൾ തമാശയിലൂടെ കിടക്കുന്നു അയാൾക്ക് ഒരു ജീവിതത്തിൽ ഒരു അറിവുണ്ട്, കുറച്ച് കാര്യങ്ങളിൽ അറിവുണ്ട്. അത് നമുക്ക് ചില സീനുകളിൽ വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ എന്നാൽ അത് മാത്രമല്ല അയാളുടെ ക്യാരക്ടറിന്റെ സവിശേഷതയെ കൂടെ ഈ ഡേവിഡ് പടിക്കലിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യണം. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ആ സിനിമയിൽ. ഈ ഡേവിഡ് പടിക്കലിനെ ആസ് എൻ ആക്ടറും ആസ് എ ഹ്യൂമൻ ബീയിങ്ങും ബെറ്റർ ആക്കുന്ന ഒരു ക്യാരക്ടറാണ്. അത് സൗമിക്ക് നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയത്. വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഈസിയാണ്. ഇങ്ങനെ നമ്മൾ ഒരേപോലെ ചിന്തിക്കുകയും ഒരേപോലെ സിനിമ കാണുകയും സ്നേഹിക്കുകയും സിനിമയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ആൾക്കാരോട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു സൗമിയോട് വർക്ക് ചെയ്യുന്നത്. ഈ കോളനി എന്ന വാക്ക് വളരെ മോശമായ വാക്കാണ്. അല്ല ഒരു സീനിൽ അതിൽ പരാമർശിക്കുന്നത് ഡേവിഡ് വളരെ മോശപ്പെട്ടാണ്. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ പരാമർശിക്കുന്നത്. അയാൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അയാളുടെ പ്രശ്നങ്ങളാണ് നമ്മൾ ഈ സിനിമയിൽ പറയുന്നത്. അയാളുടെ അറിവില്ലായ്മ അല്ലെങ്കിൽ അയാളുടെ എന്താ പറയാ ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ബോധ്യമില്ലായ്മ. അങ്ങനെയുള്ള ബോധ്യമില്ലായ്മ ഉണ്ടായതിനു ശേഷം പുള്ളിക്കും അങ്ങനെ ഒരാളെ ആ വാക്ക് വെച്ചിട്ട് ഒരാളെ ദ്രോഹിക്കാൻ വേണ്ടി വിളിക്കുന്നത്. ആ സീൻ കണ്ടതിന് മനസ്സിലാവും അങ്ങനെ ഉള്ള ഒരു ദുരുദ്ദേശത്തോടുകൂടിയിട്ടാണ് അയാൾ ആ സീൻ
ഒരിക്കലും അയാൾ നല്ലൊരു ഭയങ്കര നല്ലൊരു എന്താ പറയാ അതെ ഞാൻ പറഞ്ഞത് അപ്പൊ ആ ഒരു വാക്കിന്റെ വാക്ക് ആ ഒരു കോണ്ടെക്സ്റ്റിൽ അയാൾ ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അതൊരു കാരണവശാലും ഒരു മോശം വാക്കുമല്ല, അങ്ങനത്തെ ഒരു പ്രീ കൺസീവ്ഡ് നോഷൻ നമുക്ക് എന്തായാലും ഇല്ല. അപ്പൊ അതിനകത്ത് വീണ്ടും പറയുന്ന ആ ക്യാരക്ടർ അത്ര എല്ലാ തികഞ്ഞതല്ല. അത് കാരണം കൊണ്ട് അവൻ പല മോശം കാര്യങ്ങളും പറയും, അതൊക്കെ നമ്മൾ തുറന്നിട്ട് കാണിക്കുന്നത്. പക്ഷെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും അയാൾ അതിലേക്ക് ഒരു റിഡംഷൻ അയാൾ സംഭവിക്കുന്നു. റൈറ്ററിനോടാണ് സിനിമ തുടങ്ങുമ്പോൾ അതിനൊരു ത്രില്ലർ സ്പേസ് ഉണ്ടല്ലോ. ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് മൊത്തം ഡേവിഡ് പടിക്കലിന്റെ പല പല പ്രശ്നങ്ങൾ, അത് എത്രത്തോളം വേഴ്സ് ആവുന്ന അതിനൊരു സുഖം ഉണ്ടായിരുന്നു കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് അതിനൊരു അയാളുടെ റിയലൈസേഷൻ അല്ലെങ്കിൽ അയാളുടെ ഉള്ളിലേക്ക് നോക്കും, അവിടെ ഇതൊരു ഫീൽ ഗുഡിലേക്കൊക്കെ മാറുന്നുണ്ട് ഈ സിനിമ. അപ്പം അതാണ് പ്രധാനപ്പെട്ട ഒരു വിമർശനമൊക്കെ ആയിട്ട് ആളുകൾ പറയുന്നത്. ഫസ്റ്റ് ഹാഫ് തീർന്നു പറഞ്ഞില്ല, സെക്കൻഡ് ഹാഫ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, കുറെ ജീവിത ദർശനങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ ട്രാക്ക് മാറ്റം കുറച്ചും കൂടി സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി പൾസേറ്റിംഗ് ആക്കായിരുന്നു, അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ തന്നെയായിരുന്നു ഇനീഷ്യൽ തോട്ട്സ്. നമ്മൾ ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അതായത് ഒരു ബേസിക്കലി ഒരു അൺയൂഷ്വൽ സ്റ്റോറിയാണ്. നമ്മൾ ഇതുവരെ പറയാത്തൊരു സ്റ്റോറി പറയണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൽ നിന്നാണ് നമ്മൾ ഈ സിനിമയുടെ ഐഡിയ വരുന്നത്. അപ്പം സ്ഥിരം പാറ്റേൺ പൊളിച്ച് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആൾക്കാർക്ക് കൊടുക്കാം എന്നുള്ളൊരു തോട്ടിൽ നിന്നാണ് സിനിമ വീണ്ടും വീണ്ടും കാണാൻ ഒരു വൺ ടൈം വാച്ചല്ലാത്തൊരു മൂവി ആയിട്ട് വരാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പം ഒരു മിക്സ്ഡ് റെസ്പോൺസ് കേൾക്കുന്നുണ്ട്. പക്ഷേ ഒരുപാട് ഇഷ്ടപ്പെട്ടവരുണ്ട്, അത് ഇഷ്ടപ്പെടാത്തവരുണ്ട്. അപ്പം എനിക്കൊന്ന് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും കൂടുതൽ ആൾക്കാർ തിയേറ്ററിലോട്ട് എത്തുമ്പോൾ, അതായത് നമ്മൾ ബാക്കിയുള്ളതൊന്നും കേൾക്കാതെ നമ്മൾ തന്നെ തിയേറ്ററിലോട്ട് വരുന്നൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിലോട്ട് കിടക്കുമ്പോൾ എനിക്കൊന്ന് കുറച്ച് ഈ മൂവിനെ പറ്റി ഡിസ്കഷൻ നടക്കും. അതുപോലെ ഇതുപോലത്തെ ചർച്ചകൾ നടക്കുന്നതും തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് തന്നെയാണ് സിനിമയുടെ വിജയമായിട്ട് കരുതുന്നത്. ഈ രഞ്ജിത്ത് സാറിന്റെ ക്യാരക്ടറിനെ നോക്കിയിട്ട് ജന്മീന്നും ഫ്യൂഡൽ മാണവീയതൊക്കെ ഒഴിപ്പിക്കാൻ ഐഡിയ എങ്ങനെയാണ്? അല്ല, അത് പുള്ളി നമ്മുടെ സ്പോട്ട് ചെയ്യുന്നുണ്ടല്ലോ. അത് എന്താ പറയാ, അത് പൊതുവെ നമ്മൾ എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അത് എനിക്കത് പ്രശ്നമായിട്ട് തോന്നിയില്ല, പുള്ളിക്കത് പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. എൻജോയ് ചെയ്താണ് പുള്ളിയെ ക്യാരക്ടർ ചെയ്തത്. അങ്ങനത്തെ പരാമർശങ്ങളൊക്കെ എന്നെക്കാൾ സാറായിട്ട് കൂടുതലായിട്ടുള്ള സുരേറ്റോട് ചോദിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നത് കാര്യം, ഞങ്ങള് ഒരു ദിവസമല്ല കുറെ ദിവസങ്ങൾ ഷൂട്ട് ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പൊ പുള്ളി ഭയങ്കര ഫണ്ണായിട്ടും ഭയങ്കര രസമാണ് പുള്ളിയുടെ സെറ്റിൽ ഉണ്ടാവുക എന്ന് പറയുന്നത്. പുള്ളി തമാശയൊക്കെ ചികിത്സ കളിച്ചു. അത് നമുക്ക് പെട്ടെന്ന് പുറത്തു നോക്കുമ്പോൾ ഭയങ്കര സീരിയസ് ഒരു മനുഷ്യനാണെന്ന് തോന്നുകയാണെങ്കിൽ ഭയങ്കര രസമുള്ള ഹ്യൂമർ സെൻസും ഇവർ രണ്ടുപേരും കൂടിയുള്ള സീനിലൊക്കെ എനിക്ക് അത് ഭയങ്കര വർക്കായതായിട്ട് തോന്നി. പുള്ളിയുടെ ഒരു ചെറിയ റാഗിങ് പോലത്തെ. അപ്പൊ അത് കാരണം നല്ല ഹ്യൂമർ സെൻസുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ പുള്ളി സിനിമയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പുള്ളി വരെ ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് പുള്ളിക്ക് അങ്ങനെ ഒരു പ്രശ്നം തോന്നിയതായിട്ട് ഒരു സൂചന പോലും ഞങ്ങൾക്ക് കഴിയില്ല. ശരിക്കും ആൾക്കാർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും ചില സിറ്റുവേഷനിൽ അപ്പൊ ഈ പ്രൊമോ മെറ്റീരിയൽസ് ഫുൾ സോങ് ശരിക്കും ഈ ഡേവിഡിന്റെ ചൈൽഡ്ഹുഡിനെ വെച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അവർ അൺയൂഷ്വൽ സ്റ്റോറി പറയുമ്പോൾ ഈ അൺയൂഷ്വൽ പ്രൊമോ മെറ്റീരിയൽസും വേണം എന്നുള്ള ഒരു ഐഡിയ ആയിരുന്നു. അത് ആക്ച്വലി ജീനാണ് ഫസ്റ്റ് പറഞ്ഞത്, ഒറിജിൻ സ്റ്റോറി പോലെ ഒരു സോങ്ങിൽ ആ സ്റ്റോറി പറയാം. പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മൾ സിനിമ കാണുമ്പോൾ എനിക്കൊന്ന് സോങ് കാണാത്തവരും അത് കണക്ട് ആവുന്നുണ്ട്. എന്താണ് പുള്ളിയുടെ ലൈഫിൽ സംഭവിച്ചതെന്നുള്ളത് കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതൊരു അൺയൂഷ്വൽ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് തന്നെ വന്നതാണ് ഒറിജിൻ സ്റ്റോറി എന്നുള്ളൊരു കൺസെപ്റ്റ്. തീർച്ചയായും അതായത് നമ്മൾ ഈ എഴുതിയ സമയത്ത് ഇങ്ങനെ ഒരു കഥ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്നൊരു തോട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടു കഴിയുമ്പോൾ തന്നെ പലപ്പോഴും നമുക്ക് ഇൻഡസ്ട്രിയിൽ പലപ്പോഴും നടന്ന ഇൻസിഡൻസ് ഒക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എപ്പോഴൊക്കെയോ നടന്നിട്ടുള്ള ആരൊക്കെയോ ഇൻസിഡൻസ് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം, ഇങ്ങനെ ഒരു സിനിമയ്ക്കുള്ളിൽ ഇങ്ങനെ ഒരു കഥകളുണ്ട്, ആ ഒരു ഇൻസ്പിറേഷൻ എങ്ങനെയാണ്? ബേസിക്കലി എനിക്ക് പേഴ്സണൽ പോലെ നമ്മളിപ്പം സോഷ്യൽ മീഡിയ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ ഈ സിനിമയെ പറ്റി തന്നെ സംസാരം കാണുമ്പോൾ ഓഫ് കോഴ്സ് ആൾക്കാർക്ക് ഇറിറ്റേഷൻ തോന്നാറുണ്ട്. സിനിമ മാത്രമല്ല, ലോകം ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം ഇത് ഒരു ജോണർ മാത്രമാണ്, സിനിമയ്ക്കുള്ള സിനിമ എന്ന് പറഞ്ഞൊരു ജോണർ മാത്രമാണ്. അപ്പോൾ ഒരുപാട് ജോണർ സിനിമകൾ വരുന്നുണ്ട്. ഇതൊരു പർട്ടിക്കുലർ ജോണറാണ്. അപ്പോൾ ആ ജോണർ സിനിമയെ എൻജോയ് ചെയ്ത് അതൊരു ഒരു റിപ്പീറ്റബിൾ വാല്യൂ അല്ലെങ്കിൽ അതൊരു എന്താ പറയുക ഒരു പിന്നെ പിന്നെ ആൾക്കാരെ കാണാൻ ഒരു തലങ്ങളാക്കുന്ന രീതിയിൽ അങ്ങനെ ഡിസ്കസ് ചെയ്യണം. അല്ലെങ്കിൽ സിനിമയെ ഇഷ്ടപ്പെടുന്നവർ സിനിമ എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുന്നത്, ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സൊക്കെ നമുക്കൊന്ന് ലോകത്തിനോട് പറയണം എന്ന് തോന്നിയിട്ട് പുറത്ത് നമ്മളായിരിക്കും. ഇൻഡസ്ട്രിയിൽ തന്നെ രണ്ട് ഷൈനിങ് സ്റ്റാർസ് ഇല്ലാത്തുണ്ട്, ധ്യാനും ഷൈൻ ചേർന്നു. അപ്പോൾ അവരെ ഈ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യാനുള്ള കാരണമില്ല. നമ്മൾ ബേസിക്കലി സിനിമയ്ക്കുള്ള സിനിമ കാണുമ്പോൾ
ഭൂതീനാണെങ്കിൽ അതിൽ ലോകദാസ് സാറും അതുപോലെ കൊച്ചദീപ സാറും അവരൊക്കെ നിന്നിട്ടാണ് പറയുന്നത് ശരിക്കും പുള്ളി തന്നെ എഴുതിയ സ്ക്രിപ്റ്റ് ആണെന്നൊക്കെ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര ഫിലിയോടായിട്ട് തോന്നുന്നത് അവർ സിനിമയിലുള്ളവർ തന്നെ അത് ചെയ്യണം. അത് വേറൊരു ആക്ടർ ചെയ്യുമ്പോൾ അത്ര ഫിലിയോടാണ്. അപ്പം സിനിമയ്ക്കുള്ള സിനിമ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഓൾറെഡി ഉള്ള ആക്ടേഴ്സിന് അവരായിട്ട് തന്നെ നമ്മൾ കാസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ആൾക്കാർക്കും അതൊരു ഒരു ഫിലിയബിലിറ്റി അതുപോലെ അത് എൻജോയ് ചെയ്യാനുള്ള ഒരു ഇത് വരാൻ വേണ്ടി അങ്ങനെ ഒരു നടത്തിയൊരു കാസ്റ്റിംഗ് ആണ്. ഡേവിഡ് ബെക്കലിന്റെ ആരാധകനായിട്ടുള്ള ചന്തു ചെയ്ത റോള് നമുക്ക് ശരിക്കറിയാം. ഡേവിഡ് ബെക്കൽ എത്രത്തോളം അദ്ദേഹം ഞാൻ ഒരു മോശം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനുള്ളിലൊരു ഒരു മാനവികത, ഉള്ളിലൊരു സ്നേഹം. ആ സിറ്റുവേഷൻ്റെ ഡീറ്റെയിൽ പറയുന്നില്ല. എന്നിരുന്നാലും അവിടെ ചോദിച്ചിട്ട് വേറുണ്ട് ബാബുവിൻ്റെ അടുത്തേക്ക് എന്തിനു പോകുന്നു എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ആ ഘട്ടത്തിലാണ് ഇത് ഈ ചന്തു വിളിക്കുന്നത്. അപ്പോൾ അവിടുന്ന് എത്രയും വേഗത്തിൽ അവിടെ എത്തി ആ ഒരു രക്ഷപ്പെടുത്തുക എന്നുള്ളൊരു ചിന്തയാണ് അവിടെ ഉണ്ടാകുന്നത്. മറ്റു വേറെ ഒക്കെ വിട്ടിട്ട് ആ ഡേവിഡ് ബെക്കലിന്റെ ഒരു ശരിക്കും മനസ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അത്തരത്തില് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും മൊമെന്റിൽ ഇതുപോലൊരു ആരാധകൻ എനിക്കിപ്പൊ കണ്ടില്ലെങ്കിൽ എനിക്ക് ഞാൻ എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിൽ എന്തെങ്കിലും മൊമെന്റ് ഞാൻ പറയുന്നുണ്ട്. ഇതുവരെ എനിക്ക് അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഇതിനകത്ത് ഞാൻ ഡേവിഡ് ബെക്കലിന്റെ ക്യാരക്ടറിനെ സംബന്ധിച്ചിടത്തോളം ആ മൊമെന്റിൽ അങ്ങനെ ഒരാളെ വിളിച്ച് പറയുമ്പോൾ അവനപ്പോ എന്താണ് ചെയ്യാൻ പോകുന്നത്, അതായത് ഇൻഡയറക്ട്ലി ഒരു പ്രധാന കാരണം ഇവനാണ്, ഇതിനോടുള്ള സ്നേഹമാണ് എന്നുള്ള ഒരു മോറൽ ഒബ്ലിഗേഷനിലാണ് പോകുന്നത്. അപ്പൊ അതാണ് ആ ഒരു മൊറാലിറ്റി, ആ മോറൽ ഒബ്ലിഗേഷൻ ഇയാൾക്ക് ആ സമയം വന്നു എന്നുള്ളതാണ് ആ സിനിമ മനസ്സിലാക്കുന്നത്. എനിക്ക് അങ്ങനത്തെ പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളൊന്നും ഉണ്ടായില്ല. ഇതിനൊക്കെ ഉണ്ടായി പേടിച്ചു പോലും ഒരാളെ വിളിച്ച് അങ്ങനെ ഒന്നും ആർക്കും എനിക്കറിയില്ല. എനിക്ക് എന്തായാലും ഉണ്ടായിട്ടില്ല. കണ്ടിട്ടാണെങ്കിലും നമുക്ക് ലാലിനെ കുറിച്ച് ഞങ്ങൾ ചാവുമ്പോൾ ചാവേണ്ടി വരുമല്ലോ. കാരണം അത് പ്രാക്ടിക്കൽ അല്ല, സിനിമയിൽ കാണിക്കുന്നവരുണ്ടല്ലോ. വെറുതെ വിളിച്ച് ഞാൻ ആരാധനാണ് ചാവാൻ ഇതിന്റെ ട്രെയിലർ ഒരു എന്റർടൈൻമെന്റ് ആയിരുന്നു. പക്ഷെ അത് ഫിലിം പറയുന്ന ഒരു ഇമോഷണൽ ജേണിയാണ് ഡേവിഡിന്റെ. പക്ഷെ ഇത് പ്രേക്ഷകർക്ക് മിസ്ലീഡ് ചെയ്യുന്നു തോന്നുന്നു. പക്ഷെ അല്ല, പ്രേക്ഷകർ വിചാരിക്കുന്ന ഒരു വൈബ്, ഒരു കളർഫുൾ ഞാൻ ഈ സിനിമയുടെ ഇന്റർവ്യൂസിലൊക്കെ തുടങ്ങുമ്പോൾ പറയുന്നത് ഈ സിനിമ ഒരു ഇമോഷണൽ ഡ്രാമയാണ്. പലതവണ പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു ഗതിയുടെ സൂപ്പർ സ്റ്റാറിന്റെ ഹാസ്യത്തിന്റെ പേരിൽ പറഞ്ഞിരിക്കുന്നതാണ്. അതല്ലേ ഈ സിനിമ. ഞങ്ങൾ പറഞ്ഞതിന്റെ കുഴപ്പമില്ലല്ലോ. ഞാൻ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞിരുന്നു, ശരി ഈ സിനിമ നമ്മള് ഇമോഷണൽ ആണ് എന്നുള്ളത് കൊണ്ട് അത് എൻഗേജിങ്ങോ എന്റർടൈനിങ്ങോ അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ കളർഫുൾ എന്റർടൈൻമെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടാൽ കളർത്തില്ലേ, അതിനൊക്കെ വളരെ സത്യസന്ധമായിട്ടുള്ള ഇമോഷൻസുമാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ഈ സിനിമയുടെ പരിപാടി ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇന്റർവ്യൂസിൽ വന്നിരുന്നിട്ട് നമ്മൾ അങ്ങനെ സിനിമയുടെ എന്താ പറയുക ഒരു ഇമോഷണൽ ഡ്രാമയാണെന്നോ അല്ലെങ്കിൽ ആക്ടറിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണെന്നോ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിനിമയുടെ ഭാഗത്ത് അങ്ങനെ ഒരു ശ്രമം ഉണ്ടായതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. ഈ സിനിമ അത് ആ ഇമോഷണൽ ചെറിയ മോശമാണെങ്കിൽ അത് മോശമാണെന്ന് പറയുന്നത് മനസ്സിലാക്കാം. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല ഒരു മിസ്ലീഡ് ചെയ്തുകൊണ്ട് ആളുകൾക്ക് ഒരു സിനിമ ഇഷ്ടപ്പെടാൻ തോന്നുന്നില്ല. പഠിക്കുന്ന മൊത്തത്തിലൊരു ഐഡന്റിറ്റി ഉണ്ടല്ലോ. ഈ പഠിക്കുന്ന കൂടെയുള്ളവരൊക്കെ ഭയങ്കര ബ്രാൻഡ് കോസ്റ്റ്യൂംസ് കളർഫുൾ ആയിരിക്കും. ഈ കാറിന് നമ്പർ 911 ആയിരിക്കും. സോ ഇതൊക്കെ ഐഡന്റിറ്റി പരിപാടി ഉണ്ടല്ലോ. അത് ശരിക്കും ക്യാരക്ടറൈസേഷൻ ഫസ്റ്റ് ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് ഉണ്ടായിരുന്നു. എല്ലാവരുടെയും ഈ കോസ്റ്റ്യൂംസിൽ സുരേഷ് ആണെങ്കിലും കോസ്റ്റ്യൂംസിലെ പാറ്റേൺ, എന്റെ കോസ്റ്റ്യൂംസിലെ പാറ്റേൺ, ബാലുവിന്റെ കോസ്റ്റ്യൂംസിലെ പാറ്റേൺ, ഇതെല്ലാം നമ്മൾ സിനിമ തുടങ്ങുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നു. സിനിമയുടെ ആദ്യം എന്റെ അടുത്ത് പറയുന്ന ഒരു കോസ്റ്റ്യൂംസിന്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മൾ ക്യാരക്ടേഴ്സിന്റെ ഐഡന്റിറ്റി അപ്പോഴും വളരെ വ്യക്തമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ സുരേഷ് ഏട്ടനാണ് എല്ലാ കാര്യങ്ങളും ഡേവിഡിന്റെ ചുറ്റും വരുന്ന എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പോലും മാനേജ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ബാലുവിന്റെ ആണെങ്കിലും ബാലു എല്ലാത്തിനും കൂടെ കൂടുകയും എന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ മോശമാണെന്ന് അത് മുതലാളിയോട് ആണെങ്കിലും പറയും എന്ന് പറയുന്നത് നല്ലൊരു സൗകര്യമായിട്ടായിരുന്നു. സൗകര്യയുടെ കാര്യത്തിലുണ്ടായിരുന്നു. ആധുനിക മനുഷ്യനാണെന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ സാധാരണ എന്ന് പറയുന്നത്. ഇതുപോലെ ഇപ്പൊ ചന്തുവിന്റെ ക്യാരക്ടർ ഉണ്ടായിരുന്നു. എല്ലാ ക്യാരക്ടേഴ്സിനും അതുപോലെ ഒരു ഐഡന്റിറ്റി അത് കഥ പറയുന്ന സമയത്ത് കാറിന്റെ നമ്പർ സ്ക്രിപ്റ്റിലുണ്ടായിരുന്നു.
അതെനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഈ സിനിമയിൽ ഒരു ഫെല്ലോ ആക്ടർ ഒരു സിനിമയ്ക്ക് വേണ്ടി നടത്തുന്ന റിസർച്ചിനെ പറ്റിയിട്ടും അതിന്റെ സൈഡുകളെ പറ്റിയിട്ടൊക്കെ പറയുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ ഒരുപാട് സൂപ്പർ സ്റ്റാറും സൂപ്പർ ആക്ടേഴ്സിലൂടെ വളരെ ഇനീഷ്യൽ സ്റ്റേജിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ധനുഷിലൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, ലാലിലൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും അവരിൽ നിന്ന് പറഞ്ഞു കേട്ടതോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് എടുത്തിട്ട് കരിയറിന് യൂസ് ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഞാൻ പല സ്ഥലങ്ങളിലും വായിച്ചിട്ടുണ്ട്. ഇതുപോലെ ഇപ്പോ ഡാനിയൽ ഡേ ലൂയിസ് എന്നുള്ള ആക്ടർ ഓരോ സിനിമയ്ക്ക് മുമ്പ് ചെയ്യുന്ന കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. പുള്ളിയുടെ പോയിട്ട് കുറച്ചാൾ കോപ്പറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ ഇപ്പൊ വീണ്ടും റിട്ടയർമെന്റിന് പോയേക്കാണ്. പുള്ളി വേറൊരു രീതിയിലാണ്. അതുപോലെ ഞാൻ നമ്മുടെ ആദ്യം യൂസ് ചെയ്യുന്നുള്ള ആക്ടർ അദ്ദേഹവും ഈ പറഞ്ഞ ഓരോ സിനിമകൾ കഴിക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോയി താമസിക്കും. അദ്ദേഹത്തിന്റെ ഒരു പ്രോസസ്സും ഭയങ്കര രസമാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ കേട്ടും വായിച്ചും ഒക്കെ ഓരോരുത്തർ ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്തിട്ടൊക്കെ അറിയാമെന്നില്ല. അത് പേഴ്സണലി എന്റെ അടുത്ത് അങ്ങനെ ആരും ഷെയർ ചെയ്തത് ഞാൻ ഓർക്കുന്നില്ല. സിനിമ വരികയാണ്, കുറെ വർഷങ്ങൾ ചെലവാക്കണം, ഒരുപാട് റിസർച്ച് ചെയ്യണം, അതിന് വേണ്ടി ശരീരങ്ങൾ മാറ്റങ്ങൾ വരുത്തണം. അതിനൊക്കെ പറ്റിയൊരു ടൈമാണോ അതോ ഇപ്പൊ അതോ വർഷത്തിൽ 2 സിനിമ അങ്ങനെ ആ പ്ലാനിലാണോ? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനില്ല. ഒരു സിനിമകൾ വരുന്നതനുസരിച്ചാണ് നമ്മൾ പ്ലാനുകൾ ഉണ്ടാവുന്നത്. ഓക്കെ, അങ്ങനെ ഒരു സിനിമ വന്നതിന് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണേ, അത് ഉറപ്പായിട്ട് ചെയ്യും. ഇതില് എംഡിയുടെ മനസ്സിലത്ത് വന്ന സിനിമ ബുക്കിനൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ ആർട്ടിസ്റ്റുകൾക്ക് പുസ്തകം വായിക്കണം നിർബന്ധമുണ്ട്. ടോബി ബുക്ക് വായിക്കാറുണ്ട്. ഞാൻ കുറച്ചൊക്കെ പുസ്തകം അതിന് നിർബന്ധമൊന്നുമില്ല. പുസ്തകം വായിക്കാതെ ആളുകളായിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ പുസ്തകം വായിക്കുന്നതിനേക്കാളും അറിവുകളുണ്ട്. അതേപോലെ ആളുകളായിട്ട് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങനെ കിട്ടിയിട്ടില്ല. പുസ്തകം വായിക്കുന്നത് ഒരു പക്ഷേ ഈ ഇമാജിനേഷനായിട്ട് ഹെൽപ്പ് ചെയ്യുമായിരിക്കും. നമ്മൾ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആരെങ്കിലും ഷൂട്ട് ചെയ്തിട്ടുള്ള വേറെ ആരുടെയും മനസ്സിൽ അവർ കണ്ട വിഷ്വലാണ് നമ്മൾ അവർ എടുത്തു വെച്ചിരിക്കുന്ന വിഷ്വലാണ് കാണുന്നത്. പക്ഷെ പുസ്തകം വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിനേക്കാൾ ഉപരി വേറൊരു വിഷ്വൽ നമ്മുടെ ഇമാജിനേഷൻ ഉപയോഗിച്ച് നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. അത് നല്ലൊരു ട്രെയിനിങ് ആകുമായിരിക്കും ക്രിയേറ്റീവ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക്. പക്ഷെ അത് നിർബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ ഓരോരുത്തരും പ്രോസസ്സ് ഓരോന്നായിരിക്കും. പക്ഷെ ഈ ഡേവിഡ് എന്നുള്ള കഥാപാത്രം അങ്ങനെ ഒരു ബുക്ക് ആക്സിഡന്റിൽ ഇരിക്കുന്നതാണെങ്കിലും അയാൾ വായിക്കുകയും അയാൾ സമയത്ത് അത് ഉപയോഗിക്കുകയും അതിനുള്ള ചില കാര്യങ്ങളെല്ലാം തിരിച്ചറിവുകളായിട്ട് അയാൾക്ക് കിട്ടുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്ക്രിപ്റ്റ് കൂടി തന്നെ എല്ലാവരും കൂടെ പുറത്തോട്ട് വായിക്കാം. അത് ഞാൻ പറഞ്ഞില്ല, നിങ്ങളത് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്, അതിന് ആ ഒരു സീക്രസി അവർ കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ സീക്രസി ഞങ്ങൾ കാത്തു സൂക്ഷിക്കും. നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേസ് വരെ നമ്മൾ ആഗ്രഹിക്കില്ലേ.